ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മുന്നത്തെ ഫൈവർ പ്രൊഫൈൽ ക്രിയേഷൻ്റെയും അതേപോലെ തന്നെ ഗിഗ് ക്രിയേഷൻ്റെയും വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്കില്ലുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ജോബ്സിൽ എങ്ങനെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ ഗിഗ് ക്രിയേഷൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറേ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മൊബൈലിലും ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇത് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിമാൻഡുള്ള ജോബാണിത്. നമ്മുടെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ പേരും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ജോബാണിത്. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു എക്സാമ്പിൾ ആക്കിയിട്ട് ഒരു ഗിഗിനെ എക്സാമ്പിൾ ആക്കിയിട്ട് ഞാൻ ഈ ജോബ് കാണിച്ചിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ പ്രൊഫൈലിൽ അവരുടെ ഒരു ഗിഗ് ഇതാണ്. വിൽ റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എനി 10 ഇമേജസ് ഇൻ 24 hours. ഇപ്പോൾ 24 മണിക്കൂറിൽ 10 ഇമേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറയണത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന്. 5 സ്റ്റാർ റേറ്റിംഗും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 10 ഇമേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് റിമൂവ് പി ജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്തിരുന്നത്? അപ്പം നമ്മൾ സാധാരണഗതിയിൽ റിമൂവ് ചെയ്യൊരു ഫോട്ടോഷോപ്പിൽ നമ്മൾ ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷെ അത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണത്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏത് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഇമേജ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം ഇതിപ്പോൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. നമ്മൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുത്തിട്ടാവും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. അപ്പം നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്കിപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സൈറ്റ് റെഫർ ചെയ്യാൻ കാരണം, ഞാൻ ഈ സൈറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ എൻ്റെ പല ജോബ്സിനും വേണ്ടിയിട്ട് ഞാൻ ഈ സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. നമുക്ക് നല്ല എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഇമേജിൻ്റെ. അപ്പം ഇനി ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കാര്യം. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ്സിന് വെച്ചിട്ട് ഞാൻ ഇനി വരുന്ന ഇതിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.